ഈ ഒരു സാധനം കണ്ടു. ഈ ഒരു സാധനം കൊണ്ട് നമുക്ക് ഒരിക്കലെങ്കിലും ഒരു പണി കിട്ടിയിട്ടുണ്ടാവും, മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ബാറ്ററിയിൽ വരുന്ന ഒരുതരം കമ്പോണൻ്റാണ്. ഒരു ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമ്പോണൻ്റാണ്. അതിന് ചെറിയ കേടുപാടുകൾ സംഭവിക്കുമ്പോൾ ഫോൺ റീസ്റ്റാർട്ടിങ് പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട്. അതായത് ചാർജ് കുത്തുമ്പോൾ മാത്രം ഓണായി വരിക, അല്ലെങ്കിൽ ചാർജിങ്ങിൻ്റെ പേഴ്സൻറ്റേജ് കൂടാതിരിക്കുക, അതായത് ബാറ്ററി പേഴ്സൻറ്റേജ് ചാർജ് കുത്തി കഴിഞ്ഞാലും കൂടാതിരിക്കുക, അങ്ങനത്തെ കുറേ കംപ്ലൈൻറ്റുകൾ കൊണ്ടൊക്കെ വരാറുണ്ട്. അത് നമുക്കൊരു വില്ലനായിട്ട് വരുന്നൊരു കമ്പോണൻ്റാണത്. അതൊരു ഫോണ് വാങ്ങിച്ചിട്ടൊരു ഏകദേശം 1-2 അകത്തായിട്ടത് കംപ്ലൈൻ്റ് ആവും. അത് നമ്മളെങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാലും കംപ്ലൈൻ്റ് ആവുന്ന ഒരു കമ്പോണൻ്റാണ്. എന്തായാലും നമ്മളെ ഈ ഫോൺ വന്നപ്പോൾ കസ്റ്റമർ പറഞ്ഞത് താഴെ ചാടിയതാണ്, അതിന് ശേഷമാണ് ഇങ്ങനെ ആയിപ്പോയത് എന്നാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് താഴെ ചാടിയതിൻ്റെ പ്രശ്നമായിരുന്നില്ല. അതായത് ഈ ബാറ്ററി ഒരു ടൈം ആയിക്കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ വരാറുണ്ട് നോർമലായിട്ട്. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ ആ കമ്പോണൻ്റ് എടുത്ത് അത് ഷോർട്ട് ചെയ്ത് ആ ഭാഗം ഒന്ന് സോൾവ് ചെയ്ത് ക്ലിയറാക്കി, അതുപോലെ തന്നെ പാക്ക് ചെയ്തപ്പോൾ ഫോണ് അതിൻ്റെ പഴയ കണ്ടീഷനിലേക്ക് തന്നെ തിരിച്ചെത്തി. അപ്പോൾ നമ്മളും ഹാപ്പിയായി, നമുക്കും കംപ്ലൈൻറ്റ് പെട്ടെന്ന് കണ്ടെത്താൻ സാധിച്ചു. അതുപോലെ കസ്റ്റമറിനും പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ പോയി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അത് കംപ്ലൈൻറ്റ് നോക്കി കണ്ടുപിടിച്ച് കൊടുക്കുമ്പോൾ കസ്റ്റമർക്കും സന്തോഷമാണ്, അതുപോലെ തന്നെ നമുക്കും സന്തോഷമാണ്. ഈ ഒരു സാധനമായിരുന്നു പ്രശ്നക്കാരൻ. അപ്പോൾ നമ്മൾ അത് നോർമലായിട്ട് പാക്ക് ചെയ്ത് സെറ്റാക്കി വർക്കൊക്കെ ഫിനിഷ് ചെയ്ത് കസ്റ്റമറിന് കൊടുക്കാനുള്ള തത്രപ്പാടിലായി. പിന്നെ ഈ ഒരു ഫോണിൻ്റെ കസ്റ്റമറിനെന്ന് പറയുമ്പോൾ ഫോണില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മളും അയാളെ ജീവിതം വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഫോൺ ശരിയാക്കി കൊടുത്തു. അപ്പോൾ ആൾക്കും സന്തോഷമായി, നമുക്കും സന്തോഷമായി. പിന്നെ ഇങ്ങനത്തെ കംപ്ലൈൻറ്റ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് കംപ്ലൈൻറ്റ് തീർത്ത് കഴിഞ്ഞാൽ ഭാവിയിലും ഫോണിന് കംപ്ലൈൻ്റ് ഒന്നും വരാതെ നമുക്ക് യൂസാക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.